നമസ്കാരം. ഗ്രാമ്യ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. കനത്ത മഴയിൽ കയ്പമംഗലത്ത് വീട് തകർന്നു വീണു. അറിവും വിവേകവും ഇച്ഛാശക്തിയും ഉള്ളവരായിരിക്കണം പുതുതലമുറയെന്ന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പരിസരവാസികളെ വെള്ളത്തിൽ മുക്കി പെട്രോൾ പമ്പിന് അനുമതി നൽകാൻ വാടനപ്പള്ളി പഞ്ചായത്തിന്റെ ശ്രമമെന്ന ആരോപണം. വാർത്തകളിലേക്ക് വിശദമായി. കനത്ത മഴയിൽ കയ്പമംഗലത്ത് വീട് തകർന്നു വീണു. കൂരിക്കുഴി ആശാരിക്കയറ്റം വടക്ക് കോലാന്ധ്ര പത്മനാഭന്റെ ഭാര്യ സുജാതയുടെ വീടാണ് തകർന്നു വീണത്. ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. വീടിന്റെ അടുക്കള ഭാഗമാണ് പൂർണ്ണമായും തകർന്നു വീണത്. സംഭവ സമയം സുജാത മകളുടെ വീട്ടിലായിരുന്നു. സംഭവം അറിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, വാർഡ് മെമ്പർ മിനി അരയങ്ങാട്ടിൽ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. വലപ്പാട് ബീച്ച് ശ്രീനാരായണ ക്ലബ്ബും ലൈബ്രറിയും സംയുക്തമായി മൾട്ടിപ്പിൾ ലയൺ ഓഫ് ദ ഇയർ അവാർഡ് നേടിയ ക്ലബ് മെമ്പർ RA സക്രിയയ്ക്ക് സ്നേഹാദരവ് നൽകി. ക്ലബ്ബ് പ്രസിഡന്റ് സജിത്ത് വേളയിൽ അധ്യക്ഷനായി. ചടങ്ങിൽ ലാൽ കച്ചില്ലം, ലൈബ്രറി പ്രസിഡന്റ് സുരേഷ് പട്ടാലി, ശ്യാം പത്തായക്കാട്ടിൽ, പ്രൊവിൻസ്, ബാപ്പു വലപ്പാട്, ബിജോയ്, ജ്യോതിബാസ് വേളയിൽ, സഞ്ജീവ് കുന്നുങ്ങൽ, ഷിജു, ഷൈനി സജിത്ത്, ഷിജു എന്നിവർ സംസാരിച്ചു. എല്ലാ മാസവും കലാസാംസ്കാരിക പരിപാടികൾ ഉൾപ്പെടുത്തിയുള്ള നമ്മുടെ ഗ്രാമം എന്ന പരിപാടിക്കും ചടങ്ങിൽ തുടക്കം കുറിച്ചു. കഴിയമ്പ്രം വാഴപ്പള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ സർപ്പബലി നടത്തി. പാലക്കാട് പാതിരാക്കുന്നത്ത് മനപ്രസാദ് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, ചുറ്റുവിളക്ക്, അത്താഴപൂജ, ഗന്ധർവ പൂജ എന്നിവയുണ്ടായി. ക്ഷേത്രം ഭാരവാഹികളായ VU ഉണ്ണികൃഷ്ണൻ, VR രാധാകൃഷ്ണൻ, VK ഹരിദാസൻ, VK ശശിധരൻ എന്നിവർ നേതൃത്വം നൽകി. തളിക്കുളം SNV UP സ്കൂളിൽ അധ്യാപക രക്ഷാകർതൃ സമിതി വാർഷിക പൊതുയോഗം ബ്ലൂമിംഗ് ബഡ് സ്കൂളിൽ നടന്നു. കഴിഞ്ഞ വർഷത്തെ വിജയികൾക്കുള്ള എൻഡോമെന്റ് വിതരണവും USS LSS വിജയികളെ അനുമോദിക്കലും നടത്തി. PTA പ്രസിഡന്റ് ശാന്തിനി ഷൺമുഖൻ അധ്യക്ഷയായി. സ്കൂൾ മാനേജർ EA സുഗതകുമാർ ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മിസ്ട്രസ് PB സജിത, ബ്ലൂമിംഗ് ബഡ്സ് പ്രിൻസിപ്പൽ ER അജിത എന്നിവർ എൻഡോമെന്റ് വിതരണം നടത്തി. മാതൃസംഗമം പ്രസിഡന്റ് ഷാനിബ നൌഷിൽ, PTA വൈസ് പ്രസിഡന്റ് ജസീറ സുബിൻ, തൃപ്തി K മൂത്താമ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ വർഷം ഒട്ടനവധി പ്രവർത്തനങ്ങൾ, വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ നടക്കുകയുണ്ടായി. അതിലൊക്കെ തന്നെ അതിൻ്റെ വിജയത്തിനും അതിൻ്റെ ഫലപ്രാപ്തിക്കും നേതൃത്വപരമായ പങ്കുവഹിച്ച രണ്ട് ഘടകങ്ങളാണ് PTA മാതൃസംഘം. ഈ രണ്ട് ഏജൻസികൾ അല്ലെങ്കിൽ രണ്ട് സംഘടനകൾ ഒരു വിദ്യാലയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ അനിവാര്യമായ രണ്ട് ഘടകങ്ങളാണ്. ഈ രണ്ട് ഘടകങ്ങളുടെയും അഭാവത്തിൽ ആ വിദ്യാലയം ഇല്ല എന്ന് തന്നെ പറയാം. ഇത് PTA ആരംഭിക്കുന്ന സമയത്തൊന്നും രക്ഷാകർത്താവിൻ്റെ പങ്കാളിത്തം അത്രമാത്രം പ്രധാനപ്പെട്ടതായിരുന്നില്ല. പക്ഷെ കാലം ചെല്ലുന്തോറും ഈ വിദ്യാഭ്യാസ പ്രക്രിയയിൽ പരമപ്രധാനമായ ഒരു സ്ഥാനം ഇന്ന് രക്ഷാകർത്താക്കളുടെ.
വലപ്പാട് ബീച്ച് അറിയമ്പറമ്പിൽ ക്ഷേത്രത്തിൽ പ്രത്യേക ആയില്യ പൂജ നടന്നു. വിശേഷാൽ പൂജകൾ, പാലും നൂറും നൽകൽ എന്നിവയുമുണ്ടായിരുന്നു. ക്ഷേത്രം ശാന്തി മുരളി മുഖ്യകാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് പ്രേംഭൂഷൺ, സെക്രട്ടറി രാജീവ്, ഭരണസമിതി അംഗങ്ങളായ AM രഞ്ജിത്ത്, ഷീജ ബാബു എന്നിവർ നേതൃത്വം നൽകി. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. Geeta Ravi Public School, the joy of learning. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ലക്ഷ്യബോധത്തോടൊപ്പം അറിവും വിവേകവും ഇച്ഛാശക്തിയുമുള്ളവരായിരിക്കണം പുതുതലമുറയെന്ന് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി. കയ്പമംഗലം നിയോജകമണ്ഡലം വിദ്യാഭ്യാസ സമിതി അക്ഷര കൈരളിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ പുരസ്കാരദാന ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മുത്തശ്ശിക്ക് അൽമീഷ്യസ് വന്ന് അമ്മ കഷ്ടപ്പെടുന്നു വേണ്ടപ്പോൾ അൽമീഷ്യസ് രോഗത്തിന് അതിൻ്റെ കൃത്യമായ അറിവും ഇതൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു മിഷൻ കണ്ടുപിടിക്കുന്നു. ഇന്ത്യയിൽ അതിൻ്റെ പാറ്റേൺ കിട്ടി, വേൾഡിൽ തന്നെ അത് കിട്ടിയാണ്. അത്ര വയസ്സായി, 14 വയസ്സായി. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ രീതിയും സമ്പ്രദായവും ഒക്കെ മാറി അന്വേഷിക്കാനുള്ള മനസ്സ് ഈ കുട്ടികൾ വളർത്തിയെടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളുടെ പേരിൽ അച്ഛനും അമ്മയെയും രക്ഷിതാക്കളെയും അധ്യാപകന്മാരെയും നാട്ടുകാരെയും അറിയപ്പെടാവുന്ന രീതിയിൽ വളർന്നു വരണമെന്ന് മാത്രം സന്തോഷത്തോടുകൂടി അഭ്യർത്ഥിച്ചു. വിദ്യാഭ്യാസ യോഗ്യതകൾക്കൊപ്പം നൈപുണ്യവും ഉണ്ടെങ്കിലേ ഈ കാലഘട്ടത്തിൽ മികച്ച ജീവിതമാർഗം കണ്ടെത്താൻ കഴിയുകയുള്ളൂ. കാലഘട്ടത്തിനനുസൃതമായി പ്രവർത്തിക്കാൻ പ്രാപ്തരാവുകയാണ് വേണ്ടതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മതിലകം സാൻജോ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ E.T. ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. മജീഷ്യനും മോട്ടിവേറ്ററുമായ പ്രൊഫസർ ഗോപിനാഥ് മുതുകാട് കുട്ടികളുമായി സംവദിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സീനത്ത് ബഷീർ, MS മോഹനൻ, റൂറൽ SP B. കൃഷ്ണകുമാർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ B. സുഭാഷ്, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, PTA, മാനേജ്മെന്റ് പ്രതിനിധികൾ, വിദ്യാഭ്യാസ പ്രവർത്തകർ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം മണ്ഡലത്തിലെ SSLC, +2, VHSC പരീക്ഷകളിൽ മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം കരസ്ഥമാക്കിയ വിദ്യാലയങ്ങളെയും LSS, USS, NMMS വിജയികളെയുമാണ് അനുമോദിച്ചത്. കൂടാതെ കഴിഞ്ഞ അധ്യയന വർഷം സർവീസിൽ നിന്ന് വിരമിച്ച മുഴുവൻ അധ്യാപകർക്കും അനധ്യാപകർക്കും പ്രത്യേക ആദരവും നൽകി.
1118 കുട്ടികളാണ് അവാർഡിന് അർഹത നേടിയത്. ഇവർക്ക് മെഡൽ, മെമന്റോ, വൃക്ഷത്തൈ തുടങ്ങിയവ സമ്മാനിച്ചു. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ ആഗോള ലഹരി വിരുദ്ധ ദിനാചരണം നടത്തി. തൃശൂർ അതിരൂപത തിരുബാലസഖ്യം പ്രസിഡന്റും 6ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ജോസഫ് ആന്റണി ലഹരി വിരുദ്ധ ക്ലാസ് നയിച്ചു. ദിവ്യബലിക്ക് ശേഷം ലഹരിയുടെ അന്ധകാര ശക്തികൾക്കെതിരെ പ്രകാശം പരത്തുന്നതിന്റെ പ്രതീകാത്മകമായി എല്ലാ കുട്ടികളും തിരിതെളിയിച്ച് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലി. വികാരി ഫാദർ ജെൻസ് തട്ടിൽ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. പ്രസിഡന്റ് ജോസ് ആലപ്പാട്ട് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഭാരവാഹികളായ ക്ലാൻസ് പോൾസൺ, KT ലോറൻസ്, ഷീന ജോസ്, റീത്ത ജോസ്, കൈക്കാരൻ AND സിജോ എന്നിവർ നേതൃത്വം നൽകി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ചുമതലയേറ്റെടുത്തു. കോതകുളം ലത കൺവെൻഷൻ സെന്ററിൽ നടന്ന യോഗം DCC ജനറൽ സെക്രട്ടറി സതീഷ് വിമലൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PS സന്തോഷ് അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി VR വിജയൻ, K ദിലീപ് കുമാർ, ശോഭ സുബിൻ, സിദ്ധൻ, CR അറുമുഖൻ, ER രഞ്ജൻ, CV വികാസ്, കരയാമട്ടം സഹകരണ ബാങ്ക് പ്രസിഡന്റ് KH കബീർ, ബ്ലോക്ക് സെക്രട്ടറിമാരായ ശിബ പ്രദീപ്, ബാബു കുന്നുങ്ങൽ, പ്രവീൺ രവീന്ദ്രൻ, CK ഉല്ലാസ്, അനിത ത്രിദീപ് കുമാർ, MA സലീം, മൈത്രി വത്സൻ, നൌഷാദ് ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ വിവാദ കാലഘട്ടങ്ങളിൽ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് പുറത്തു പറഞ്ഞപ്പോഴാണ് നമുക്ക് അത്തരത്തിലുള്ള RSSന്റെ ഒരു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ കുറിച്ച് കേട്ടുപരിചയമാണ്. ആ ദത്താത്രേയ ഹൊസബിള്ള അന്ന് CPM ഭരിക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ADGP അജിത് കുമാർ ആ BJPയെ സഹായിക്കുന്നതിന് വേണ്ടിക്കൊണ്ട് തൃശ്ശൂരിൽ നിന്ന് അവർക്ക് ഒരു MP-യെ സംഭാവന ചെയ്യുന്നതിന് വേണ്ടിക്കൊണ്ടുള്ള ആ അന്തർനാടകത്തിന് അദ്ദേഹത്തെ കാണാൻ പോയതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ആ പേരുകൾ സുപരിചിതമായത്. പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ഇന്ത്യ രാജ്യത്തിന് സംഭാവന ചെയ്ത ആ മഹത്തായ ഭരണഘടന, ആ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ മാറ്റങ്ങൾ വരുത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാട്ടിക 6ാം വാർഡിലെ ബ്ലോക്ക് ഓഫീസ് റോഡ് പണിയാത്തതിനെതിരെ BJP നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. BJP ജില്ലാ സെക്രട്ടറി സജിനി മുരളി ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം നാഷണൽ ഹൈവേയിൽ നിന്നും താന്യം, അന്തിക്കാട്, തൃശൂർ എന്നിവിടങ്ങളിലേക്ക് പോകുന്നതിനുള്ള പ്രധാന റോഡിലെ കുഴികൾ അടച്ച് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്ന് BJP പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. BJP നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് സെന്തിൽകുമാർ, സെക്രട്ടറി ശ്രീകുട്ടൻ, സിജിത്ത് കരുവത്ത്, ഷൈബു പുളിപ്പറമ്പിൽ, ചന്ദ്രൻ പണിക്കശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. സാധാരണക്കാരുടെ ജീവന് പുല്ല് വില പോലും കൽപ്പിക്കാത്ത ഒരു ഭരണകൂടം ആണിന്നിവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് മേഖലയിലായാലും സാധാരണക്കാർക്ക് ഒരു വിലയും കൽപ്പിക്കാതെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ലക്ഷങ്ങളും കോടികളും ആർഭാടത്തിനും വാർഷികങ്ങൾ പുതുക്കുന്നതിനുമൊക്കെ അവർ ചെലവാക്കുമ്പോൾ സാധാരണക്കാരൻ്റെ റോഡ് ഒരുപാട് ഫണ്ടുകൾ, ഓരോ വർഷവും ഒരുപാട് ഫണ്ടുകൾ റോഡിൻ്റെ പ്രവർത്തനങ്ങൾക്കായും വരുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ അത് മറ്റു പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിച്ച് റോഡിനെ സാധാരണക്കാരെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ വന്നപ്പോഴാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഇവിടെ ഒരു പ്രതിഷേധ സമരവുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ചന്ദ്രാപിനി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മെമന്റോയും ക്യാഷ് അവാർഡും നൽകി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് MV ഹരിലാൽ അധ്യക്ഷനായി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് BK ജ്യോതിപ്രകാശ് എന്നിവർ മുഖ്യാതിഥികളായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ, സർക്കിൾ സഹകരണ യൂണിയൻ അംഗം AV പ്രദീപ് ലാൽ, ബാങ്ക് വൈസ് പ്രസിഡന്റ് MM ഗിരീന്ദ്ര ബാബു, സെക്രട്ടറി P അമ്പിളി തുടങ്ങിയവർ സംസാരിച്ചു. വാടനപ്പള്ളി ശ്രീ ഗണേശമംഗലം ഗണപതി ക്ഷേത്രത്തിലെ മിഥുനമാസത്തിലെ ചതുർത്ഥി പൂജ ആചരിച്ചു. മേൽശാന്തി ഷിനോജ്, അക്ഷയ് ശാന്തി എന്നിവർ നേതൃത്വം നൽകി. വിശേഷാൽ പൂജകൾക്ക് ശേഷം പ്രസാദകൂട്ടും നടന്നു. ഒരിടവേള കൂടി.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഇതാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മൺസൂൺ NRI ഫെസ്റ്റ്. ആന്റിക്, ചെട്ടിനാട്, നഗാസ്, പ്രഷ്യസ്, കുവൈറ്റ് കളക്ഷനുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ഓഫർ വാലിഡ് ഫോർ എ ലിമിറ്റഡ് ടൈം. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നിയർ വൈമാൾ, തൃപ്രയാർ. ഫോൺ 0487239997. മൊബൈൽ 9846125283, 9846125284. വാർത്തകൾ തുടരുന്നു. പരിസരവാസികളെ വെള്ളത്തിൽ മുക്കി പെട്രോൾ പമ്പിന് അനുമതി നൽകാൻ പഞ്ചായത്തിന്റെ ശ്രമമെന്ന് ആരോപണം. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിൽ ഏഴാങ്കലിന് സമീപം ദേശീയപാത ബൈപ്പാസ് നിർമ്മാണം നടക്കുന്നതിന് അടുത്ത കൽവർട്ടിലൂടെ കിഴക്കോട്ട് കനോലി കനാലിലേക്ക് മഴവെള്ളം ഒഴുകിപ്പോകുന്ന പഴക്കം ചെന്ന വീതി കൂടിയ തോട് പൂർണ്ണമായി മൂടിയാണ് പെട്രോൾ പമ്പിനായി സ്ഥലം തയ്യാറാക്കിയിട്ടുള്ളത്. ഇതുമൂലം വെള്ളത്തിന്റെ സ്വാഭാവികമായ ഒഴുക്ക് നഷ്ടപ്പെട്ടു. വെള്ളക്കെട്ട് നിലനിൽക്കുന്നത് മൂലം കൃഷിയിടങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ജലാശയത്തിൽ മാലിന്യങ്ങൾ നിക്ഷേപിച്ചതുമൂലം രൂക്ഷമായ ദുർഗന്ധവും സാംക്രമിക രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുമുണ്ടെന്നും സമീപവാസികൾ ആരോപിക്കുന്നു. പഞ്ചായത്ത് സെക്രട്ടറിക്കും ഉദ്യോഗസ്ഥർക്കും പരാതി നൽകി 1 മാസമായിട്ടും അനധികൃതമായി മൂടിയ തോട് തുറക്കുന്നതിന് യാതൊരു നടപടി എടുക്കാതെയും ജനങ്ങളുടെ പരാതി പരിഗണിക്കാതെയും പമ്പ് തുടങ്ങുന്നതിന് അനുമതി നൽകാനുള്ള നെട്ടോട്ടത്തിലാണ് പഞ്ചായത്ത് അധികൃതർ എന്നും ആരോപണമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കളക്ടർക്ക് പരാതി നൽകിയതായും പ്രദേശവാസികൾ പറഞ്ഞു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിൽ ഏഴാങ്കലിന് സമീപം NH66 പോകുന്ന ബൈപ്പാസ് പോകുന്ന റോഡിൽ താമസിക്കുന്ന പരിസരവാസികളാണ് ഞങ്ങൾക്ക് വെള്ളക്കെട്ടുമായി രൂക്ഷമായ സംബന്ധമായ ഒരു പ്രശ്നമാണ് ഞങ്ങളോട് പരിഹരിക്കുന്നതിന് വേണ്ടി നടപടിയെടുക്കാൻ സ്വീകരിക്കുന്നത്. കാരണം ഞങ്ങളുടെ പരിസര പ്രദേശത്തു കൂടെ പോകുന്ന വളരെ പഴക്കം ചെന്ന വളരെ വീതി കൂടിയ ഒരു തോട്, കൽവറ്റിലൂടെ കിഴക്കോട്ട് കനോലി കനാലിലേക്ക് പോകുന്ന ഒരു തോട് പൂർണ്ണമായും മൂടിക്കളഞ്ഞ് വെള്ളക്കെട്ടുണ്ടാകുന്ന രീതിയിലുള്ള തോടുകൾ മൂട്ടിയിട്ട് ഒരു പെട്രോൾ പമ്പിനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് ഈ പരിസര പ്രദേശങ്ങളിൽ. ഇതുമായി ബന്ധപ്പെട്ട് വെള്ളം കെട്ടി നിൽക്കുകയും പരിസരവാസികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം ഈ പരിസര പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും ഇവിടുത്തെ കൃഷികൾക്ക് നാശം സംഭവിക്കുകയും മരങ്ങൾ വീഴുകയും മറ്റു ഈ വെള്ളക്കെട്ടിൽ ഈ പരിസരവാസികൾക്ക് ഭീതി ഉണ്ടാക്കുന്ന രീതിയിൽ വെള്ളക്കെട്ടുകളിൽ ഈ വേസ്റ്റുകളും മറ്റ് ഈ തെങ്ങിൻ്റെ കടകളും എല്ലാം കൊടന്നിട്ടിട്ട് ചീഞ്ഞ ദുർഗന്ധം വമിക്കുകയും ഉണ്ടാകുന്നു. ഇതുമൂലം ഈ പരിസര പ്രദേശ ജനങ്ങൾക്ക് അസുഖങ്ങൾ ബാധിക്കാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. വെള്ളക്കെട്ട് രൂക്ഷമായത് കാരണം ഇതുമായി പ്രശ്നം പരിഹരിക്കാമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ പഞ്ചായത്ത് സെക്രട്ടറിക്കും അധികൃതർക്കും പരാതി നൽകിയെങ്കിലും 1 മാസമായിട്ടും ഇതിന് യാതൊരുവിധ നടപടികളോ ഒന്നും സ്വീകരിച്ചിട്ടില്ല. ഈ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് പകരം ഇവിടെ ഈ പമ്പ് തുടങ്ങുന്നതിനുള്ള അനുമതി കൊടുക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പഞ്ചായത്ത് അധികൃതരുടെ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു പ്രശ്നമാണ്. താന്യം സെന്റ് പീറ്റേഴ്സ് പള്ളിയിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ പത്രോസ് ലീഹായുടെയും ഉപമധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെയും സംയുക്ത ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ പാട്ടുകുർബാനയും ഭക്തിസാന്ദ്രമായ പ്രദക്ഷിണവും കപ്പേളയിൽ നൊവേനയും ഉണ്ടായിരുന്നു. തുടർന്ന് നേർച്ച ഭക്ഷണം വിതരണം ചെയ്തു. തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് കപ്പൂച്ചിൻ ആശ്രമത്തിലെ ഫാദർ ചെറിയാൻ മാളിയേക്കൽ, ഇടവക വികാരി ഫാദർ ടെഡ്സ് കുന്നംപള്ളി, ബ്രദർ അലൻ മഞ്ഞളിയും എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിച്ചു. കൈക്കാരന്മാരായ ഡേവിസ് ഐനിക്കൽ, ജോഫി ചേരമാൻ തുരുത്തി, ദാസ് കുരുതുകുളങ്ങര എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകി.
ഡിവൈഎഫ്ഐ പാന്തോട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. പുഷ്പൻ നഗറിൽ നടത്തിയ ചടങ്ങ് മണലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PS പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. TB അഞ്ജന അധ്യക്ഷയായി. EA അബ്ദുൽ ജലീൽ, KA അജീഷ്, അരുൺ ആനന്ദ്, ഭാസ്കരൻ, TS അനന്തു, അനീഷ് ജോൺസൺ, അഡ്വക്കേറ്റ് അനീഷ ഭാസ്കരൻ എന്നിവർ ചേർന്ന് SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ യൂണിറ്റ് പരിധിയിലെ വിദ്യാർത്ഥികളെ ആദരിച്ചു. നബിദിനത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കാൻ വാടനപ്പള്ളി ഇസ്ര പ്രവർത്തക കൺവെൻഷൻ തീരുമാനിച്ചു. പരിപാടിയുടെ വിജയത്തിനായി 313 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചിട്ടുണ്ട്. കൺവെൻഷൻ കേരള മുസ്ലിം ജമാഅത്ത് തൃപ്പയാർ സോൺ പ്രസിഡന്റ് ഷറഫുദ്ദീൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. ഇസ്ര പ്രസിഡന്റ് ബഷീർ റഹ്മാനി അധ്യക്ഷനായി. ഹുസൈൻ തങ്ങൾ വാടനപ്പള്ളി പദ്ധതികൾ അവതരിപ്പിച്ചു. യോഗത്തിൽ റാഫി സഖാഫി, റഫീഖ് അസ്ഹരി, മൻസൂർ ഫാളിലി, ഷഹീർ മുസ്ലിയാർ, സിദ്ദിഖ് ഹാജി, RK മുഹമ്മദ് അലി, PS മുഹമ്മദ് അലി, RA ഉവൈസ് എന്നിവർ സംസാരിച്ചു. തളിക്കുളം ഗ്രാമസേവാ സമിതിയുടെ വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും തളിക്കുളം ബ്ലൂമിംഗ് ബഡ് സ്കൂളിൽ സംഘടിപ്പിച്ചു. പ്രഭാഷണ രംഗത്തെ ശ്രദ്ധേയ സാന്നിധ്യമായ KJ ഷൈൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമസേവാ സമിതി പ്രസിഡന്റ് KV രാഘുലൻ അധ്യക്ഷത വഹിച്ചു. നിരവധി തവണ സമിതിയുടെ ഭാരവാഹിത്വം വഹിച്ചിരുന്ന MS അരവിന്ദാക്ഷൻ, AG ധർമ്മരത്നം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സമിതി കുടുംബാംഗങ്ങളിലെ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് എൻഡോവ്മെന്റ് വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V കല, തളിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത, സെക്രട്ടറി MS സന്ദീപ്, വൈസ് പ്രസിഡന്റ് KK സുബ്രഹ്മണ്യൻ, ജോയിന്റ് സെക്രട്ടറി KV പ്രസന്നൻ, ഖജാൻജി സുഷമ നീലകണ്ഠൻ, ധന്യജ സുരേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ആ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നമ്മുടെ പൂർവികർ പ്രവർത്തിച്ചത് ഒരു രാജ്യത്തിന് വേണ്ടിയായിരുന്നു. ഒരൊറ്റ ലക്ഷ്യമായിരുന്നു, നമുക്കൊരു രാജ്യമുണ്ടാവണം. നമ്മുടേതെന്ന് പറയാൻ കഴിയുന്ന, അഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി ജീവിക്കാൻ പറ്റുന്ന, ആരെയും ഭയപ്പെടാതെ കഴിയാൻ സാധിക്കുന്ന ഒരു രാജ്യം നമുക്കുണ്ടാവണം എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു നമ്മുടെ പൂർവ്വസൂരികൾ അതിനുവേണ്ടി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ ചേർന്ന് പ്രവർത്തിച്ച് തല്ലുകൊണ്ടും പലർക്കും ജീവൻ ത്യജിക്കേണ്ടി വരുന്നതും ആയിട്ടുള്ള ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ ഒരു കൈ പിടിച്ച് എല്ലാവരും ചേർന്ന് ഏതെങ്കിലും സങ്കുചിത താല്പര്യത്തിന് വേണ്ടിയല്ലാതെ വിശാലമായൊരു ലോകത്തിന് വേണ്ടി പ്രവർത്തിച്ച പൈതൃകം, ചരിത്രവും പൈതൃകവും ഉള്ളവരാണ് നമ്മൾ. വാടനപ്പള്ളി ഗണേശമംഗലം പണ്ടാരൻ ശ്രീ രുദ്ര മഹാകാളി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിനിർഭരമായി. ഞായറാഴ്ച രാവിലെ മഹാഗണപതി ഹോമം, ഉഷപൂജ, കലശപൂജ, പ്രസന്നപൂജ, പ്രസാദഊട്ട് എന്നിവ നടത്തി. വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, തുടർന്ന് വിഷ്ണുമായ ഉപദേവത കലശപൂജ, ഗുരുതിപൂജ എന്നിവയും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് ചെമ്മാലിൽ നാരായണൻകുട്ടി ശാന്തി, കണ്ണൻ ശാന്തി, ലാലിഷ് ശാന്തി, ക്ഷേത്രം ശാന്തി സതീഷ് തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ PV പ്രദീപ്, PS അമരീഷ്, PP സഹദേവൻ, PS സുനിൽകുമാർ, PV സുഗുണ സൂര്യൻ എന്നിവർ നേതൃത്വം നൽകി. ചെമ്മാപ്പള്ളി ഫിനിക്സ് ലൈബ്രറിയിൽ ജില്ലാ പഞ്ചായത്തിന്റെ വികസന ഫണ്ട് ഉപയോഗിച്ച് പണിത ലൈബ്രറിയുടെ 2ാം നിലയുടെ ഉദ്ഘാടനവും അനുമോദന സദസ്സും നടന്നു. മികച്ച ഹോമിയോപ്പതി ഡോക്ടർക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ഡോക്ടർ VC കിരണിനും വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ ഫോറസ്റ്റ് മെഡൽ ജേതാവ് MA അജീഷിനുള്ള ആദരവ് ചടങ്ങും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ 6 ലക്ഷം രൂപ വികസന ഫണ്ട് പ്രയോജനപ്പെടുത്തി പണിത ലൈബ്രറിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം V N സൂർജിത്ത് നിർവഹിച്ചു. താന്നിം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു. SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TB മായ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷ്റഫ്,
വാർഡംഗങ്ങളായ വി.കെ. ഗുണസിംഗ്, ശ്രീകല സന്തോഷ്, ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം എ.കെ. രാജൻ എന്നിവർ സംസാരിച്ചു. യഥാർത്ഥത്തിൽ ആ ഒരു ബഹുമാനം കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സത്യത്തിൽ പറഞ്ഞാൽ അവരൊക്കെ ഈ പോലീസും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഓഫീസർ അടക്കമുള്ള ആളുകൾ, പട്ടാളം അടക്കമുള്ള ആളുകളൊക്കെ നിങ്ങളും ഞാനടക്കമുള്ള ആളുകൾ ഉറങ്ങിയിരിക്കുമ്പോൾ അവർ ഉണർന്നിരുന്ന് ഈ രാജ്യത്തിനെ, ഈ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ചെയ്യുമ്പോഴാണ് നമുക്ക് സ്വസ്ഥതയോടുകൂടി കിടന്നുറങ്ങാൻ കഴിയുന്നത്. ആ കാര്യം നമ്മൾ ചിലപ്പോൾ മറന്നു പോവാണ്. കാരണം ഇപ്പോൾ സാധാരണ നിലയ്ക്ക് ഒരു ലാത്തിയും കൈപ്പിടിച്ച് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റാത്ത, പോയോണ്ട് രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യം പല സംസ്ഥാനത്തും നിലനിൽക്കുമ്പോൾ കേരളത്തിൽ അത്തരം വിഷയങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ലഹരി മാഫിയ എന്ന് പറഞ്ഞാൽ അവർ വലിയ രീതിയിലുള്ള ഒരു ഭീകര താണ്ഡവത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുകയാണ്. അതിൽ ആകൃഷ്ടരാവുക മാത്രമല്ല, ഈ സംഘാംഗങ്ങൾക്കും അതിൻ്റെ നേതാക്കളോടും ആദരവും അതിനോടൊപ്പം തന്നെ അവരുടെയൊക്കെ ഫാൻസ് ആവാൻ തയ്യാറാകുന്ന ഒരു സമൂഹം ഇന്ന് നമ്മുടെ നാടിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അന്തിക്കാട് ഗ്രാമീണ വായനശാല, വനിതാവേദി, ബാലവേദി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ.ബി. രനേന്ദ്രനാഥ് അധ്യക്ഷനായി. വാർഡ് മെമ്പർ ശാന്ത സോളമൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വൈസ് പ്രസിഡന്റ് എം.ബി. സജീവ്, വി.എൻ. സ്വപ്ന എന്നിവർ സംസാരിച്ചു. തുടർന്ന് ടാലന്റ് സൂംബ ആൻഡ് എയറോബിക് ഫിറ്റ്നസ് സെന്ററിലെ വിദ്യാർത്ഥികളും ബാലവേദി പ്രവർത്തകരും ചേർന്ന് ലഹരിക്കെതിരെയുള്ള കലാപരിപാടികളും അവതരിപ്പിച്ചു. അതിലെന്നെ അഡിക്റ്റ് ആയിട്ട് ഒരുപാട് കുട്ടികളുണ്ട്. നമുക്കറിയാം, നമ്മളെന്നും മാധ്യമങ്ങളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ആത്മഹത്യ, അതുപോലെ തന്നെ കൊലപാതകം, ലഹരിക്ക് അടിമപ്പെട്ട ആളുകൾ ചെയ്യുന്ന അതിക്രമങ്ങൾ കണ്ടാൽ നമ്മൾ ഓരോ ദിവസവും TV തുറക്കുമ്പോഴും പേപ്പർ വായിക്കുമ്പോഴും നമ്മൾ ഞെട്ടിപ്പോകും. ഇങ്ങനെയൊക്കെ നമ്മളുടെ ഈ കേരളത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ. ഒക്കെ ഇതിൻ്റെ ലഹരിയുടെ അടിമപ്പെട്ട ആളുകൾ തന്നെയാണ് ഇതുപോലെ അക്രമങ്ങൾ ചെയ്യുന്നത്. നമുക്ക് അതിശയിച്ചു പോകും. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ഒരു ക്യാമ്പയിൻ നടത്തിയതുകൊണ്ട് മാത്രം ഇതിനെ നമുക്ക് ചെറുക്കാൻ പറ്റില്ല. നമുക്കതിനെതിരെ എല്ലാവരും അതിൽ പോരാടണം. നമുക്ക് ഒരു നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ആദ്യം തന്നെ 0 തുടങ്ങി നമ്മൾ ഓരോ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തി നമ്മൾ ഓരോരുത്തരെ ബോധവൽക്കരിച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് നമ്മുടെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കനത്ത മഴയിൽ കയ്പമംഗലത്ത് വീട് തകർന്നു വീണു. അറിവും വിവേകവും ഇച്ഛാശക്തിയും ഉള്ളവരായിരിക്കണം പുതുതലമുറയെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ. കൃഷ്ണൻകുട്ടി. പരിസരവാസികളെ വെള്ളത്തിൽ മുക്കി പെട്രോൾ പമ്പിന് അനുമതി നൽകാൻ വാടനപ്പള്ളി പഞ്ചായത്തിന്റെ ശ്രമമെന്ന് ആരോപണം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.